ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പണ്ട് അമ്മ നമുക്ക് വെച്ചിരുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പാണ്. ഈ ഗോതമ്പോഴാണ് നമ്മളിന്ന് പായസം വെക്കുന്നത്. ഈ ഗോതമ്പ് ഒരു മുറത്തിലിട്ട് നന്നായി ആദ്യം പാറ്റിയെടുക്കുക. അതിനുശേഷം ഒരു ഉരുളിലിട്ട് ഇടിച്ച് ഇതിൻ്റെ തൊലി കളയുക. ഇപ്പം നമുക്ക് കടകളിൽ നിന്ന് കുത്തിയ ഗോതമ്പ് കിട്ടും. പക്ഷെ അതിനെ കൊണ്ട് പായസം വെക്കുന്നതിനെക്കാളും നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കുത്തി പായസം വെക്കുന്നതിന്. അപ്പം നമ്മളിപ്പോൾ ഈ വെള്ളം കുടയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വെള്ളം കുടയാതെ നമ്മൾ ഗോതമ്പ് കുത്തിയിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിഞ്ഞു പോകും. അപ്പം നമുക്ക് പൊടിയായിട്ടല്ല നമുക്ക് വേണ്ടത്, അതിൻ്റെ പുറത്തെ തൊലി പോവുക മാത്രമേ വേണ്ടൂ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഗോതമ്പ് കുറച്ച് നനഞ്ഞിരിക്കണം. അപ്പോൾ നനഞ്ഞിട്ട് ഗോതമ്പ് ഇങ്ങനെ കുത്തിയെടുത്താൽ അതിൻ്റെ പുറത്തെ തൊലി കംപ്ലീറ്റായിട്ട് അത് പോവും. അപ്പം ഇതൊരു നല്ലൊരു ജോലിയാണ്. കാരണം 2-3 തവണ ഇതുപോലെ കുത്തി പിന്നെ മുറത്തിലിട്ട് പാറ്റി അതിൻ്റെ തൊലി കളഞ്ഞ് വീണ്ടും ഉരളിലിട്ട് കുത്തിയെടുത്ത് വീണ്ടും മുറത്തിലിട്ട് പാറ്റി അങ്ങനെ ഒരു 2-3 തവണ നമ്മളത് ചെയ്യണം. അപ്പം അമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആങ്ങളെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ആങ്ങളെ പറഞ്ഞ് എനിക്ക് കുറച്ച് ഞാൻ കുത്താന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം ആങ്ങളെ വന്ന് കുത്തി. അപ്പോഴത്തേക്കാണ് ആങ്ങളെൻ്റെ മോനുണ്ടായി. അപ്പോൾ അവനും ഭയങ്കര കൗതുകമായി ഇത് കുത്തുന്നതായിട്ട്. കാരണം അങ്ങനെ നമ്മൾ ഉരലൊന്നും ഉപയോഗിക്കാത്തത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇടത്തേമ്മയും വന്നു, എല്ലാവരും കൂടി വന്നു. ഇപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ അത് ഗോതമ്പ് കുത്തി അങ്ങനെ ഒരു തൊലി മൊത്തം കളഞ്ഞു. അതിനുശേഷം നമുക്കിത് പായസം വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നന്നായി ഇതുപോലെ നന്നായി അത്യാവശ്യം വെളുത്തിരിക്കണം. അങ്ങനെ പായസം വെക്കുമ്പോഴാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇല്ലെങ്കിൽ വേവാനും ബുദ്ധിമുട്ടാണ്, നമുക്കത് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിവിടെ കുത്തിയ ഗോതമ്പിൽ നിന്ന് 1 കപ്പ് ഗോതമ്പെടുത്ത് നന്നായി കഴുകി കുക്കറിലിട്ട് ഇത് നന്നായി വേവണം കേട്ടോ. നന്നായി വേവിച്ചെടുക്കുക. വെന്ത ശേഷം അതിലേക്ക് ഒരു 3 അച്ച് ശർക്കര എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്ത ശേഷം അത് വെന്ത ഗോതമ്പിലേക്ക് ചേർക്കുക. ഈ ഒരു അളവിൽ 3 അച്ച് ശർക്കര ഒരു ലൈറ്റ് മധുരമാണ്, നല്ല മധുരമല്ല, ഒരു ലൈറ്റ് മധുരമാണ് ഇതിലുള്ളത്. അത് നന്നായി ഇളക്കിയതിന് ശേഷം അത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച ശേഷം ഞാൻ ഇതിലേക്ക് 1 തേങ്ങയുടെ പാലാണ് ചേർക്കുന്നത്. 1 തേങ്ങയിൽ നിന്ന് 1/4 പാല് വെള്ളം ചേർക്കാതെ എടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം 2/4 പാല് മാത്രമേ പിന്നെ ഇതിൽ ചേർക്കുന്നുള്ളൂ. 2/4 പാൽ ഒഴിച്ച് നന്നായി തിളച്ച ശേഷം തീ ഓഫ് ചെയ്ത ശേഷം അതിലേക്ക് 1/4 പാല് ചേർക്കുക. ഞാൻ ഇതിലേക്ക് ഏലക്കായോ അങ്ങനെ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല. വരട്ടിയിട്ടും അല്ല ഇതുണ്ടാക്കുന്നത്. അല്ലാതെയാണ് ഇങ്ങനെയാണ് അമ്മ നമുക്ക് പണ്ട് ഈ പായസം വെച്ചിരുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ, ഉണ്ടാക്കാൻ എളുപ്പമാണ്. കുത്തിയ ഗോതമ്പ് കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാണ് ഈ ഒരു പായസം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ സ്വാദിഷ്ടമായ ഗോതമ്പ് പായസം ഇവിടെ റെഡിയായി. പുറത്ത് നല്ല മഴയാണ്. നല്ല മഴയ്ക്ക് നല്ല ചൂടുള്ള ഗോതമ്പ് പായസം മക്കള് ഇരുന്ന് കുടിക്കുകയാണ്. അവർക്ക് രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ട ഈ പായസം. നല്ല ടേസ്റ്റ് കേട്ടോ ഈ പായസം. ഒരിക്കലും നിങ്ങളിങ്ങനെ വെച്ച് നോക്കണം. കുത്തിയ ഗോതമ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്നെ സപ്പോർട്ട് ചെയ്യുക.